യഥാർത്ഥത്തിൽ ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നം എന്താണ്? രാജ്യത്തെ കർഷകരുടെ പ്രശ്നമല്ലേ? ഞാൻ പറയുന്നത് ഒരു 50% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 50% ജനങ്ങളും കൃഷിയുമായോ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ തൊഴിലുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 70 കോടിയോളം വരുന്ന കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് ഈ ബജറ്റിൻ്റെ എന്ത് പ്രയോജനമാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ്. ഇപ്പം പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു യോജന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ യോജന എന്ന് പറയുന്നത് രാജ്യത്ത് 100 ജില്ലകളെ തിരഞ്ഞെടുത്ത് അവിടെ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ നമ്പർ കൂടി ഈ പറയുന്ന നിർമ്മലാ സീതാരാമൻ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രയാ? 1,76,00,000. നോക്കൂ, 70 കോടി വരുന്ന കർഷകരുടെ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ട ഒരു ബജറ്റിനകത്ത് ആകപ്പാടെ 1,76,00,000 കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കർഷക സമരം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും ഒക്കെ കർഷകർ രാജ്യത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ പ്രോഡക്റ്റിന് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ പല പദ്ധതികളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പദ്ധതികൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ ആ വർദ്ധിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില കിട്ടണം, അല്ലെങ്കിൽ അത് സോൾഡ് ഔട്ട് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് എന്ത് നയമാണ് ഈ പറയുന്ന ബജറ്റിലുള്ളത്? സത്യത്തിൽ കർഷകരോട് ഒരു നീതികേട് ഈ ബജറ്റ് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.